ഈശോയിൽ പ്രിയരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ പുതിയ നിയമത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വചനഭാഗമാണ് നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്ന് വിളിക്കപ്പെടുന്ന പെസഹ അന്ത്യ അത്താഴത്തിൽ കർത്താവ് ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന് വിശുദ്ധ കുർബാനയുടെ പ്രതീകാത്മകമായ അർപ്പണം നടത്തുന്നു എന്ന് 4-ാം സുവിശേഷകൻ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന വചനഭാഗമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. തുടക്കം മുതൽ അന്നുവരെ വിശ്വാസമില്ലാതെയാണ് യൂദാസ്കറിയോത്ത ഈശോയോടൊപ്പം വ്യാപരിച്ചത് എന്ന് യൂദാസിൻ്റെ പ്രവൃത്തികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണ വേളയിൽ പലരും ഈശോയെ ശ്രവിക്കുവാൻ ബുദ്ധിമുട്ട് കാണിച്ച സന്ദർഭത്തിൽ സുവിശേഷം ഇങ്ങനൊരു വാക്യം രേഖപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതും പഠിച്ചതുമായ ഒരു വചനഭാഗമാണ്. സാന്ദർഭികം എന്നോണം ഇവിടെ നമ്മൾ ഒരിക്കൽ കൂടി ആ വചനം വായിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 64-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. ഇതിനർത്ഥം എന്നാ? തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവൻ ആരാണെന്ന്, തന്നിൽ വിശ്വസിക്കാത്തവരായി നടക്കുന്നവരാരാണെന്ന് യേശുവിന് കൃത്യമായ അറിവുണ്ടായിരുന്നു. അവൻ ആദ്യം മുതലേ അറിഞ്ഞിരുന്നു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഈശോയോടുള്ള വിശ്വാസം കൊണ്ടോ താല്പര്യം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല യൂദാസ്കറിയോത്ത ഈശോയുടെ പുറകെ നടന്നത്. സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ നടക്കുന്നവരായി ചിലരെങ്കിലുമൊക്കെ കണ്ടേക്കാം. അച്ഛനായതുകൊണ്ട് മാത്രം, കന്യാസ്ത്രീ ആയതുകൊണ്ട് മാത്രം, മാമുദിസ സ്വീകരിച്ച് കുദാശകൾ സ്വീകരിച്ച് പള്ളിയിൽ പോകുന്നത് കൊണ്ട് മാത്രം ഞാൻ ക്രിസ്തുവിനെ പൂർണ്ണമായി അറിയുന്നവരും വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവനുമാണ് എന്നർത്ഥമില്ല കേട്ടോ. അവൻ കാണിച്ചു തരുന്ന മാതൃക അനുകരിച്ച് അവൻ്റെ വചനങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുമ്പോഴാണ് ഞാൻ ക്രിസ്തു വിശ്വാസിയായി തീരുന്നത് എന്ന് മനസ്സിലാക്കുക. ശിഷ്യന്മാരിൽ വളരെ പേര് ഈശോയെ വിട്ടുപോയപ്പോൾ പത്രോസ് വിശ്വാസ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഈശോ പറയുന്നൊരു വാക്യമുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 70-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന വചനമാണത്. ഇപ്രകാരം: യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാകുന്നു. യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 70-ാം തിരുവചനത്തിലാണ് നമ്മളിത് കേൾക്കുന്നത്. ഈശോ പറയുകയാണ്, നിങ്ങളിൽ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തുവെങ്കിലും ആ 12 പേരിൽ ഒരാൾ പിശാചാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരാണ് എന്ന് മുൻകൂട്ടി തന്നെയും കർത്താവ് അറിഞ്ഞിരുന്നു. 13-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നതെങ്കിലും 6-ാം അധ്യായത്തിൻ്റെ അവസാനമായി തന്നെയും കർത്താവ് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നാണ് വചനം പ്രസ്താവിക്കുന്നത്. നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് 71-ാമത്തെ വചനം കൂട്ടിച്ചേർക്കുന്നുകൊണ്ട് അവൻ ഇത് പറഞ്ഞത് ശിമയോൻ സ്കറിയോത്തയുടെ മകൻ യൂദാസിനെ കുറിച്ചാണ്. എന്തെന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിടുന്നത്. കണ്ടോ, കർത്താവിൻ്റെ പ്രവചനമാണിത്. താൻ അനുഭവിക്കാൻ പോകുന്ന പീഡാസഹനങ്ങളെക്കുറിച്ച്, ഒറ്റിക്കൊടുക്കലിനെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ച് കർത്താവിന് മുൻകൂട്ടി അറിയാമായിരുന്നു. അത് യൂദാസാണ് ചെയ്യാൻ പോകുന്നതെന്നും അവൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. സഹോദരങ്ങളെ, ആത്മാർത്ഥമായ സ്നേഹമില്ലാതെയാണ് യൂദാസ് ഈശോയോടൊപ്പം ജീവിച്ചിരുന്നത് എന്നതാണ് ഇത് വ്യക്തമാക്കുന്ന കാര്യം.
ഇങ്ങനെ ആത്മാർത്ഥതയില്ലാതെയാണോ നീ നിൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കുന്നത്? ഇങ്ങനെ ആത്മാർത്ഥതയില്ലാതെയാണോ മാതാപിതാക്കളെ നീ സ്നേഹിക്കുന്നത്? ഇങ്ങനെ ആത്മാർത്ഥതയില്ലാതെയാണോ നീ നിൻ്റെ മക്കളെ പരിപാലിക്കുന്നത്? ആത്മാർത്ഥത വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് കേട്ടോ. കേവലം വൈകാരികം മാത്രമല്ലത്, നമ്മുടെ ജീവിതത്തിന് ആധാരമാണ് ഇപ്രകാരമുള്ള ആത്മാർത്ഥതയുള്ള സ്നേഹവും ബന്ധങ്ങളുമെന്ന് തിരിച്ചറിയുക. യൂദാസിനെ പോലെ ആത്മാർത്ഥതയില്ലാത്ത കൂടെ നടക്കുന്നവരാകാതെ, മറിയം ഈശോയുടെ പാദങ്ങൾ വിലയേറിയ സുഗന്ധദ്രവ്യങ്ങളാൽ പൂച്ചിയപ്പോൾ ദരിദ്രരോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ എന്നതുപോലെ മുതലക്കണ്ണീരൊഴുക്കിയവനാ യൂദാസ് കറിയോത്ത എന്ന് യോഹന്നാൻ 12-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. ആത്മാർത്ഥതയില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമായി മാത്രമാണ് ആ വാക്കുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ വായിച്ചു കേട്ടതും പഠിച്ചതുമായ ഒരു വചനമാണെങ്കിലും അത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിടുന്നവനുമായി യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവൻ കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തു മാറ്റിയിരുന്നത് കൊണ്ടുമാണ്. യോഹന്നാൻ ശ്ലീഹ തന്നെയും തൻ്റെ കൂടെയുള്ള മറ്റൊരു ശിഷ്യനായ യൂദാസ് കറിയോത്തയെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവൻ്റെ ആത്മാർത്ഥതയില്ലാതെയുള്ള നടപ്പിനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ വിശ്വാസവും സ്നേഹവുമില്ലാതെ തുടർച്ചയായി ഈശോയോടൊപ്പം ആയിരുന്നത് കൊണ്ടാണ് പൈശാചികമായ ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥ യൂദാസിൽ രൂപപ്പെട്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. നല്ലത് ചീത്തയാകുമ്പോൾ ഏറ്റവും ചീത്തയാകും എന്ന് പറയാറുണ്ട്, ഇല്ലേ? യൂദാസിനെ യേശു കർത്താവ് സ്നേഹിച്ച് വിളിച്ചു കൊണ്ടുവന്നതാ. പക്ഷേ അവൻ ചീത്തയായി, കാരണം അവന് ആത്മാർത്ഥതയില്ലായിരുന്നു. അവന് യഥാർത്ഥമായ ക്രിസ്തു വിശ്വാസമില്ലായിരുന്നു. അവന് യേശുവിനോട് സ്നേഹമില്ലായിരുന്നു, കലർപ്പില്ലാത്ത സ്നേഹമില്ലായിരുന്നു. അവൻ്റെ നോട്ടം പണസഞ്ചിയിലായിരുന്നു. അതുകൊണ്ടാണ് 30 വെള്ളിക്കാശിന് അവൻ ഗുരുവിനെ ഒറ്റിക്കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. ഇങ്ങനെ വിശ്വാസവും സ്നേഹവും ഇല്ലാതെ തുടർച്ചയായി ഈശോയോടൊപ്പം ജീവിക്കാൻ എങ്ങനെ ശ്രമിച്ചാൽ പോലും പൈശാചികമായ ഹൃദയത്തിൻ്റെ അവസ്ഥ രൂപപ്പെടുമെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ അവസ്ഥ ശിക്ഷാവിധിക്ക് കാരണമായി തീരുന്നു എന്നാണ് അവസാനത്തെ വാക്യം, 30-ാമത്തെ വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. സഹോദരങ്ങളെ, രാത്രി അന്ധകാരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രകാശമായ ഈശോയിൽ നിന്ന് വേർപെട്ട് ശിക്ഷാവിധിക്ക് വിധേയനാകുന്ന യൂദാസിനെയാണ് ഇവിടെ നാം കാണുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയും അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അത് ശിക്ഷാവിധിക്ക് കാരണമായി തീരും എന്ന് വ്യക്തമാകുന്നുണ്ട് ഈ വചനങ്ങളിലൂടെ. ആരെങ്കിലുമൊക്കെ അയോഗ്യതയോടുകൂടെ ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അണയുമ്പോൾ നീ ആത്മശോധന ചെയ്യണം. പാപാവസ്ഥയിൽ യോഗ്യതയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നീ പരിശുദ്ധാത്മാവിനെ അല്ല സ്വീകരിക്കുന്നത്, പിശാചിനെയാണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, രക്ഷയും ശിക്ഷയും യാഥാർത്ഥ്യമാകുന്നത് കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കർത്താവ് അപ്പക്കഷ്ണം എടുത്ത് യൂദാസ് കറിയോത്തയ്ക്ക് കൊടുത്തു, പിശാച് അവനിൽ പ്രവേശിച്ചു. ശിമയോൻ പത്രോസിന് കൊടുത്തു, പരിശുദ്ധാത്മാവ് അവനിൽ പ്രവേശിച്ചു. യോഹന്നാൻ ശ്ലീഹായ്ക്ക് കൊടുത്തു, പരിശുദ്ധാത്മാവ് അവനിൽ പ്രവേശിച്ചു. എന്തുകൊണ്ടാ യൂദാസിൽ മാത്രം പിശാച് കയറിയത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക.
കുടിക്കുന്നതിന് മുൻപ് ആ ബോട്ടിൽ തുറന്ന് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക. ആ ഗ്ലാസ് കഴുകി ശുദ്ധമാക്കപ്പെട്ട ഗ്ലാസ് ആണെങ്കിൽ അതിലേക്ക് ഒഴിച്ച വെള്ളം നമുക്ക് കുടിക്കാം. എന്നാൽ ആ ഗ്ലാസ് കഴുകി ശുദ്ധമാക്കാത്ത, പൊടി പിടിച്ചിരിക്കുന്ന, മാലിന്യങ്ങളുള്ള ഒരു ഗ്ലാസ് ആണെങ്കിൽ അതിലൊഴിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി പറ്റുമോ? ഒഴിച്ച വെള്ളം ഒന്ന് തന്നെയാണ്. പക്ഷെ കണ്ടെയ്നർ എങ്ങനെയുള്ളതായിരുന്നു അതിനെ ആശ്രയിച്ചിരിക്കും ആ വെള്ളത്തിൻ്റെ പിന്നീടുള്ള സ്വഭാവം, അല്ലേ? കർത്താവ് അപ്പക്കഷ്ണം കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവിനെയാണ് എല്ലാവർക്കും കൊടുത്തത്. പക്ഷേ യൂദാസിന് മാത്രം പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലെന്ന് മാത്രമല്ല, പിശാചിനെ കിട്ടുകയും ചെയ്തു. വലിയൊരു അപകടമുണ്ട് ഇതിനകത്ത്. ഓരോ തവണയും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പ്രിയ കുഞ്ഞെ നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നീ ആത്മശോധന ചെയ്യണം. യോഗ്യതയില്ല എങ്കിൽ കുമ്പസാരിച്ചൊരുങ്ങി പാപമോചനം സ്വീകരിച്ച് നീ വിശുദ്ധ കുർബാനയിലുള്ള ഈശോയെ സ്വീകരിക്കണം. അല്ലെങ്കിൽ പിശാച് നിന്റെ ഉള്ളിൽ കയറിക്കൂടും. സഹോദരങ്ങളെ, പേടിയോടുകൂടെ, ഭീതിയോടുകൂടെ മനസ്സിലാക്കേണ്ടുന്നൊരു വചനമാണ് നമ്മൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. രക്ഷയും ശിക്ഷയും യാഥാർത്ഥ്യമാകുന്നത് കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയെ ആശ്രയിച്ചിരിക്കുമെന്ന. കാരണം ദൈവം ആരെയും ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല. അവിടുന്ന് മനുഷ്യരെ രക്ഷിക്കാൻ മാത്രമായി വന്നവനാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ തന്നെ എഴുതിയിട്ടുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചതും പഠിച്ചതുമായ ഒരു വചനമാണ്. എങ്കിലും സാന്ദർഭികമായി ഇവിടെ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യേശു അവരോട് പറഞ്ഞു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷ വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ശിക്ഷ വിധിക്കാനല്ല കർത്താവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്, മറിച്ച് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. രക്ഷ കൊടുക്കുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ഹിതമെന്ന് പറയുക. എന്നാൽ സഹോദരങ്ങളെ, ഈ രക്ഷാകരമായ ജീവിതം സ്വീകരിക്കാൻ അതിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും കൂദാശ ശിക്ഷയ്ക്കു കാരണമാകുന്നത് സ്വീകരിക്കുന്ന ആളിൻ്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നേ. നീ സ്നേഹത്തോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെയാണ് കർത്താവിനെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നതെങ്കിൽ നിന്നിൽ പരിശുദ്ധാത്മാവ് വരും. കുടിലബുദ്ധിയോടുകൂടെയാണ്, കുതന്ത്രങ്ങളുമായിട്ടാണ്, വഞ്ചനയും കളവുമായിട്ടാണ്, വിശ്വാസമില്ലാതെയാണ്, സ്നേഹമില്ലാതെയാണ് നീ കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ എങ്ങനെയാ പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ വരിക? അവൻ സ്നേഹത്തിൻ്റെ ആത്മാവല്ലേ? അവൻ ഐക്യത്തിൻ്റെ ആത്മാവല്ലേ? കുത്തിത്തിരിപ്പിൻ്റെ ആത്മാവല്ലല്ലോ. വിഭജനത്തിൻ്റെയും വിഭാഗ്യതയുടെയും ആത്മാവല്ലല്ലോ. അതുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുന്ന നിന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കണമെങ്കിൽ നീ ദൈവസ്നേഹമുള്ളവനാകണം, വിശ്വാസമുള്ളവനാകണം, ആത്മാർത്ഥതയുള്ളവനാകണം എന്ന് തിരിച്ചറിയുക. ഇപ്രകാരമുള്ളൊരു വലിയ പാഠമാണ് പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ കുർബാനയുടെ പ്രതീകാത്മകമായ അർത്ഥം വിവരിച്ചുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ തൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 30 വരെയുള്ള വചനങ്ങളിലൂടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയും രക്ഷയുടെ കൂദാശ നിനക്ക് ശിക്ഷയായി തീരാൻ സാധ്യതയുണ്ട്. വിശുദ്ധീകരണത്തിൻ്റെ കൂദാശ നിൻ്റെ അശുദ്ധിക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന കൂദാശ പിശാച് നിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൂടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ജാഗ്രതയുള്ളവരായിരിക്കണമെന്നാണ് ഈ വചനഭാഗങ്ങളൊക്കെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യുത്തരം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള പോസിറ്റീവായ പ്രത്യുത്തരം നൽകുന്നവർക്ക് രക്ഷയ്ക്കും, അവിശ്വാസത്തിൻ്റെയും സ്നേഹരാഹിത്യത്തിൻ്റെയും പ്രത്യുത്തരം നൽകുന്നവർക്ക് ശിക്ഷാവിധിക്കും കാരണമാകും എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നീ ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ അത് രക്ഷയ്ക്ക് കാരണമാകും. അതേസമയം ആത്മാർത്ഥതയില്ലാതെ, യഥാർത്ഥമായ ദൈവസ്നേഹമില്ലാതെ, നിഷ്കളങ്കമായ വിശ്വാസമില്ലാതെയാണ് നീ കടന്നു വരുന്നത് എങ്കിൽ അത് നിൻ്റെ നാശത്തിന് കാരണമാകും എന്ന് നീ മനസ്സിലാക്കണം. അതാണ് ശിക്ഷാവിധിക്ക് കാരണമാകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യം എന്ന് പറയുക സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഈ സ്നേഹം നമുക്കെല്ലാവർക്കും നൽകപ്പെട്ടിട്ടുണ്ട്.
എന്നാൽ ഞാനത് സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ കാലങ്ങളിൽ എൻ്റെ ആത്മാവിന് ഞാൻ എല്ലാവരിലേക്കും വർഷിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈശോയുടെ ജനനത്തിനും ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജോയേൽ പ്രവാചകൻ്റെ പ്രവചനമാണ് ആ കാലങ്ങളിൽ. ഏതാ ആ കാലം? കർത്താവ് മഹത്വീകരിക്കപ്പെടുന്ന കാലത്ത് എൻ്റെ ആത്മാവിനെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ എല്ലാവരിലേക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മുഴുവൻ മനുഷ്യരിലേക്കും വർഷിക്കുമെന്നാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊടുക്കുക എന്നതും സ്വീകരിക്കുക എന്നതും 2 വ്യത്യസ്തങ്ങളായ പ്രവൃത്തികളാണ്, ക്രിയാരൂപങ്ങളാണ്, അല്ലേ? കർത്താവ് കൊടുത്തു, പക്ഷേ നീ സ്വീകരിച്ചോ എന്നതാണ് ചോദ്യം. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല. ശരിയല്ലേ? ശിഷ്ടൻ്റെയും ദുഷ്ടൻ്റെയും മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നവനാണവൻ. പക്ഷെ സൂര്യോദയം കാണാൻ, പ്രകാശത്തിലേക്ക് കടന്നു വരാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം നിൻ്റെ ഉള്ളിലുള്ള പാപമാണ്. അതുകൊണ്ട് പാപകരമായ ജീവിതാവസ്ഥയിൽ നിന്നും ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നീ പരിശ്രമിക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ ശിക്ഷാവിധിയായി ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യം എന്ന് പറയുക. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഒരു വചനം അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം തിരുവചനം. അവിടെ വചനം ഇപ്രകാരം പറയുന്നു, ഇതാണ് ശിക്ഷാവിധി. എന്താണ് ശിക്ഷാവിധി എന്നാണ് പറയുന്നത്? തുടർന്നുള്ള വചനം നോക്കിയാൽ മനസ്സിലാകും. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. മനസ്സിലായോ? എന്താണ് ശിക്ഷാവിധി എന്ന് പറയുന്നത്? പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ചിലരെങ്കിലുമൊക്കെ ബൈബിൾ സംശയങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കാറുള്ളൊരു കാര്യമാണ്, അച്ഛാ, ദൈവം എന്തിനാ നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ വൃക്ഷം ഏദൻ തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചത്? അതില്ലായിരുന്നെങ്കിൽ ഈ പാപം ഒന്നും ഉണ്ടാകുകയില്ലായിരുന്നല്ലോ. അവൻ നട്ടുപിടിപ്പിച്ചെന്ന് മാത്രമല്ല, അത് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയും ചെയ്തു ആദത്തിനും ഹവ്വയ്ക്കും, ഇല്ലേ? എന്നിട്ട് പറയാണ്, ഈ തോട്ടത്തിലുള്ള എല്ലാ മരങ്ങളുടെയും പഴങ്ങൾ നിങ്ങൾക്ക് തിന്നാം, പക്ഷേ ഈ കാണുന്ന നടുവിലുള്ള ഒരു മരത്തിൻ്റെ പഴം മാത്രം നിങ്ങൾ തിന്നാതിരിക്കുന്നതാണ് നല്ലത്. അത് തിന്നാൽ നിങ്ങൾ മരിക്കുമെന്നാണ് പറയുന്നേ. ആത്മീയമായ മരണമാണ് സഹോദരങ്ങളെ ഇവിടെ ദൈവമായ കർത്താവ് സൂചിപ്പിക്കുന്നത്. പാപം ആത്മീയമായ മരണം സമ്മാനിക്കും. അനുസരണക്കേട് നമ്മളെ ആത്മീയമായി കൊലപ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് അപ്രകാരം ഉണ്ട്, നമ്മുടെ കൺമുമ്പിലുണ്ട്. നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, ജീവനും മരണവും നിൻ്റെ മുമ്പിലുണ്ട്. നിനക്ക് തിരഞ്ഞെടുക്കാം. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? മനുഷ്യനെ ദൈവം സ്വാതന്ത്ര്യമുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യന് അവൻ്റെ വിവേകമനുസരിച്ച് നന്മ ചൂസ് ചെയ്യാം. പക്ഷെ പലപ്പോഴും പ്രശ്നം എന്താണെന്നറിയാവോ? തിന്മ അല്പം കൂടി ആകർഷകമായി തോന്നും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും തിന്മയിലേക്ക് വഴുതിപ്പോകുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ഞാനും നിങ്ങളുമൊക്കെ പ്രകാശത്തിൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെങ്കിൽ പ്രകാശത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി ജീവിക്കേണ്ടവരാണ്. എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതാണ് എങ്കിൽ പ്രകാശത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കാതെ വരുമെന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ദൈവികമായ കൃപാവരങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള വിളിയാണ് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ നൽകപ്പെടുന്ന ദൈവസ്നേഹത്തിൻ്റെ ചൈതന്യത്താൽ ജീവിതത്തിൽ മാറ്റം വരുത്താത്തവർക്കാണ് കുർബാന
ശിക്ഷാവിധിക്ക് കാരണമാകുന്നത് എന്ന് തിരിച്ചറിയുക. ഇതെല്ലാവർക്കുമുള്ള ശിക്ഷാവിധിയായിട്ട് നമ്മൾ കാണേണ്ടതില്ല. മറിച്ച് ചിലരെങ്കിലുമൊക്കെ പാപകരമായ മാർഗങ്ങളിലൂടെ ശിക്ഷാവിധി സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ദൈവികമായ കൃപാവരങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യത്തിൽ വളരുമ്പോൾ ക്രിസ്തുവിൻ്റെ ഈ വിശുദ്ധ കുർബാനയുടെ അർപ്പണം എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 30 വരെയുള്ള വചനഭാഗത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള വചനം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 31, 32, 33 എന്ന 3 വാക്യങ്ങളാണ്. അവിടെ മഹത്വീകരണ പ്രഖ്യാപനമാണ് കർത്താവ് നടത്തുന്നത്. സഹോദരങ്ങളെ, ഞാൻ ആ വചനങ്ങൾ നിങ്ങൾക്കായി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വചനങ്ങളാണവ. ആ വചനങ്ങൾ ഇങ്ങനെയാണ്. അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 31, 32, 33 വാക്യങ്ങളെ മഹത്വീകരണ പ്രഖ്യാപനം എന്ന പേരിലാണ് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഒരു തലവാചകമായി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ കാണുന്ന തലവാചകം എന്ന് പറയുക പുതിയ പ്രമാണം എന്ന ഒരു ടൈറ്റിലാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ. ആരായി അവൻ? വിശ്വസിക്കാത്തവരുടെ, പാപത്തിൽ തന്നെ തുടരുന്നവരുടെ, ദുശ്ശീലങ്ങളിൽ ജീവിക്കുന്നവരുടെ പ്രതിനിധിയായി യൂദാസിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ. എന്താ സംഭവിച്ചേ? ഈശോ പറയാണ്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാച് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ മഹത്വീകരണമുണ്ടാകും. പൈശാചികതയോടുകൂടെ ജീവിച്ച യൂദാസ്കറിയോത്ത ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, മനുഷ്യപുത്രൻ ഇപ്പോൾ മഹത്വപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇമ്മിനൻ്റ്, പെട്ടെന്നുണ്ടാകുന്ന മഹത്വീകരണത്തെ, ഗ്ലോറിഫിക്കേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈശോയുടെ മരണത്തെയും ഉത്ഥാനത്തെയും യോഹന്നാൻ ശ്ലീഹ കാണുന്നത് ഈശോയുടെ മഹത്വീകരണമായിട്ടാണ്. കാരണം മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ് ഈശോ തൻ്റെ ദൈവപുത്രത്വത്തിനടുത്ത മഹത്വത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയും പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നീ 3 ഘട്ടങ്ങളും ഈശോയുടെ മഹത്വീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. മരണമില്ലാതെ ഉത്ഥാനമില്ല, ഉത്ഥാനമില്ലാതെ മരണവുമില്ല. അതുകൊണ്ടാണ് മഹത്വീകരണ പ്രക്രിയയുടെ ഭാഗമായി പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നീ 3 കാര്യങ്ങളെയും യോഹന്നാൻ ശ്ലീഹ ദൈവശാസ്ത്രമായി ഒരുമിപ്പിച്ചിരിക്കുന്നത്. തൻ്റെ മരണോത്ഥാനങ്ങൾ മഹത്വീകരണമായി ഈശോ സ്വയം കരുതി എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിലും അതുപോലെ തന്നെ 7, 8 വാക്യങ്ങളിലും നമ്മൾ കാണുന്ന വചനഭാഗങ്ങൾ ഇപ്രകാരം തന്നെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളാണ്. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ സുവിശേഷകനും പറയുന്നത് ഇതിൻ്റെ വ്യക്തമായ ഒരു സൂചനയായി സഹോദരങ്ങളെ നമുക്ക് കാണാനായി സാധിക്കും. കർത്താവിൻ്റെ സമയം ആകുന്നത് അവൻ്റെ
പൈശാചിക ചിന്തകളോട് കൂടെ നടന്നിരുന്ന യൂദാസ് കറിയോത്ത പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോഴാണ്. സഹോദരങ്ങളെ, നിന്നിലുള്ള പിശാച് നിന്നെ വിട്ടുപോകുമ്പോൾ നീയും മഹത്വീകരിക്കപ്പെടും. പിശാചിനോടൊപ്പം ആണോ നീ ജീവിക്കുന്നത്? ചുറ്റും നോക്കരുത് കേട്ടോ, ഉള്ളിലേക്ക് നോക്കണം. പിശാചിനോടൊപ്പമാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അടുത്തിരിക്കുന്ന ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ അപ്പനെയോ അമ്മയോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. സ്വന്തം ഉള്ളിലേക്ക് നോക്കണം. ഞാൻ പിശാചിനോടൊപ്പമാണോ കഴിയുന്നത്? ഉണ്ടെങ്കിൽ ആ പിശാചിനെ ഇറക്കി വിട്ടാൽ നിന്നെ ദൈവം മഹത്വപ്പെടുത്തും. അതുകൊണ്ട് ദൈവം നൽകുന്ന ഈ മഹത്വം സ്വീകരിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.